നമസ്കാരം. ലോക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ എന്നും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിര എന്നറിയപ്പെടുന്ന ഈ പാതയിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാൻ ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ നേരിടുമ്പോൾ ഭാരതത്തിന്റെ പരിമൾ, പുഷ്പ എന്നീ കപ്പലുകൾക്ക് സുഗമമായ യാത്രയൊരുക്കാൻ ഇറാൻ തയ്യാറായ വാർത്ത വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ ശക്തമായ വിദേശ നയവും ഡോക്ടർ എസ് ജയശങ്കർ തന്ത്രപരമായ ഇടപെടലുകളുമാണ് ഇത്തരം നേട്ടത്തിന് പിന്നിൽ. ലോകത്തെ പ്രബല ശക്തികൾ പോലും പതറി നിൽക്കുന്ന ഒരു ഭൂരാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യ തന്റെ പ്രഭാവം തെളിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി ആഴമുള്ളതാണ്. അടുത്തിടെ ഇറാൻ നാവിക കപ്പലിന് കൊച്ചിയിൽ ഇന്ത്യ നൽകിയ സുരക്ഷയും സഹായവും ഈ ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിച്ചു. ഇത്തരം കൊടുക്കൽ വാങ്ങലുകളിലൂടെ പരസ്പര വിശ്വാസത്തിലൂടെയുമാണ് ഭാരതം ഇന്ന് ലോകത്തിനു മുമ്പിൽ ഒരു മാതൃകയാകുന്നത്. അമേരിക്കയും യൂറോപ്പും വഴിമുട്ടി നിൽക്കുന്ന ഇടത്താണ് ഭാരതത്തിന് വാതിലുകൾ തുറക്കപ്പെട്ടത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഹോർമുസ് കടലിടുക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ വലിയൊരു ഭാഗവും കടന്നുപോകുന്നത് ഈ വഴിയിലൂടെയാണ്. അവിടെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തെ പെട്രോൾ, പാചകവാതക വിലകളെ നേരിട്ട് ബാധിക്കുമായിരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചരക്ക് നീക്കം മുടങ്ങുന്നത് വിലക്കയറ്റത്തിലേക്കും ഇന്ധനക്ഷാമത്തിലേക്കും നയിച്ചേക്കാവുന്ന ആശങ്കാജനകമായ സാഹചര്യമായിരുന്നു. എന്നാൽ മോദി സർക്കാരിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ വഴി ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും എങ്ങനെ ഉപയോഗിക്കാമെന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധകാലത്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയിലായാലും ഭാരതം സ്വീകരിക്കുന്ന നിഷ്പക്ഷവും എന്നാൽ ശക്തവുമായ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുന്നു. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കീഴിൽ ഭാരതം ലോകത്തിന്റെ സമാധാന ദൂതനായും അതേസമയം തന്നെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കരുത്തുള്ള രാജ്യമായും മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഈ വിജയം ഭാരതത്തിന്റെ നയതന്ത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.